ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Insta360 Flow 2 Pro. ഈ ഗിംബലാണ്. ഒരുപാട് സെർച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത ഗിംബലാണ്. ബാക്കിയുള്ളത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഇത്രയും ഫീച്ചേഴ്സുള്ള ഗിംബൽ ഈ പ്രൈസിൽ കുറവാണ് പല സെഗ്മെൻറ്റ് നോക്കുമ്പോഴും. കൂടാതെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആമസോണിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഏകദേശം ഒരു 16,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വളരെ നല്ല ബോക്സാണ്. നല്ല സേഫ്ലി അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വർഷം വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ശേഷം ഈ വാറണ്ടി ഇതിൻ്റെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്ത് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. എന്നാലാണ് പ്രധാനമായ ആ വാറണ്ടി രജിസ്റ്റർ ആകത്തുള്ളൂ. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി കാണാം. എന്തൊക്കെയാണ് എന്നെ അട്രാക്റ്റ് ചെയ്ത ഫീച്ചേഴ്സ്? ഒന്ന് AI ട്രാക്കിംഗ് ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റോ ഫേസോ അല്ലെങ്കിൽ ഒന്നിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനിമലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമ്മളൊരു ഫോക്കസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോക്കസ് ഇത് വിടില്ല. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്കത് ട്രാക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡീപ്പ് ട്രാക്ക് 4.0 ഒരേ സമയം ഒരാൾക്കും ഗ്രൂപ്പിനുമുള്ള ട്രാക്കിംഗ്. അതായത് ഒരാളെ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ സെൽഫി മിറർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് നമ്മൾ ഈ ഗിംബൽ ഒരേ സമയം തന്നെ നമുക്കൊരു ട്രൈപോഡും ഉണ്ട്, സെൽഫി സ്റ്റിക്കുമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ സെൽഫി സ്റ്റിക്കായിട്ടോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫേസ് കറക്റ്റായിട്ടാണോ വരുന്നത്, ട്രൈപോഡായിട്ട് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഫേസ് നമ്മളുടെ കറക്റ്റായിട്ടാണോ ആ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്കറിയാൻ പറ്റും. ആ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണ് നമ്മുടെ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ വാങ്ങിയ ഗിംബൽ ഒരു ഗ്രേ കളറാണ്. പെട്ടെന്ന് മുഷിഞ്ഞു കഴിഞ്ഞാൽ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രേ ആയിട്ട് വാങ്ങിയത്. പക്ഷേ നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. കൂടാതെ നല്ലൊരു ഹാൻഡിയാണ് ആ ഗിംബൽ. കൂടാതെ ഇതിലൊരു വേറെ ഫീച്ചറും കൂടി എന്നൊരു അട്രാക്റ്റ് ചെയ്ത ഫീച്ചറാണ് ജസ്റ്റർ കൺട്രോൾ. അതായത് കൈകൾ ഉപയോഗിച്ച് നമുക്കതിൽ പറയുന്നുണ്ട്, അതിൻ്റെ മാനുവലിലൊക്കെ കൈകൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനോ ഇതൊക്കെ നമുക്ക് ആ ജസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ച് ചെയ്യാം. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്കത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മുന്നോട്ട് കാണാം. ബാറ്ററി ബാക്കപ്പ് നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 10 മണിക്കൂറാണ് ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഉപയോഗത്തിൽ ഏകദേശം ഒരു 8 to 10 മണിക്കൂറൊക്കെ തന്നെയാണ് എനിക്കും കിട്ടിയത്. നമ്മൾ അൺബോക്സ് ചെയ്യുന്ന അതിൻ്റെ ഒരു കിറ്റുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഡെമോ ബുക്കും വാറണ്ടി കാർഡിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും നമ്മൾ പവർ ചെയ്യാനുള്ള കോഡും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അഡാപ്റ്റർ അതിൽ ലഭ്യമല്ല, നമ്മൾ സ്വയം വാങ്ങേണ്ടി വരും. വേറെ നല്ലൊരു പൗച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ കളറൊന്നും ഫെയ്ഡാകാതെയും ഗിംബൽ നമുക്ക് പോക്കറ്റിലിട്ട് നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടമുട്ടലോ ഉണ്ടെങ്കിലും അത്യാവശ്യം ഒന്ന് സേഫായിട്ട് പോകാനായിട്ട് ഒരു 360 തിങ്ക് ബോൾഡ് എന്നുള്ള ഒരു എംബ്ലോം കൂടി അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ക്വിക്ക് സ്റ്റാർട്ട് മെനു, വാറണ്ടി കാർഡ് ഇതെല്ലാം ആ പാക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ നല്ല പാക്കിംഗ്, നല്ല ഒതുക്കത്തോടു കൂടിയാണ് എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡും iOSഉം നമുക്ക് ഈ ഗിംബൽ യൂസ് ചെയ്യാം. iOSലാണ് കൂടുതൽ ഫീച്ചർ സപ്പോർട്ടിങ്. പക്ഷേ ആൻഡ്രോയിഡിലും പിന്നോട്ടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഒരു ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് ഉള്ള എല്ലാ ഫീച്ചേഴ്സും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് ഇതിൽ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റം ഗിംബലിലേക്കൊന്ന് പോകാം. അതിൽ ഈ ഐറ്റമാണ് നമ്മൾ ഫോൺ ഇതിൽ കണക്റ്റ് ചെയ്തിട്ട്, അതായത് ഫോൺ ഇതിൽ ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് അതിലുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റ് വഴി ഗിംബലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു ക്വാളിറ്റി അതിൽ കാണാൻ പറ്റുന്നുണ്ട്. എത്ര വൈഡായിട്ടുള്ള അത്യാവശ്യം നമുക്കൊരു S24 S25 ഒക്കെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ വേണമെങ്കിൽ അത് വലിച്ച്
അതിൻ്റെ രീതിയിൽ അത്രയും സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മാഗ്നറ്റിക് ഹോൾഡർ ആയതുകൊണ്ട് ഈ ഫോണൊക്കെ അത്യാവശ്യം ചിലത് ഒരു 200 ഗ്രാമൊക്കെ വെയിറ്റ് ഉണ്ടാകുമ്പം എന്തെങ്കിലും ഒരു ഷെയ്ക്കിങ് ഉണ്ടാകുമ്പോൾ താഴെ പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏകദേശം ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ഈ ഗിംബൽ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് തന്നെ ആ മാഗ്നറ്റിക് ഹോൾഡിങ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു പ്രാവശ്യം പോലും താഴത്തേക്ക് പോയിട്ടില്ല. ഭയങ്കര ഷെയ്ക്കിംഗ് ആണ്. നമ്മൾ പർപ്പസ്ഫുള്ളി നമുക്കത് താഴെ ഇടാം എന്നുള്ള രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകുമായിരിക്കാം. പക്ഷേ കാശ് കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഞാൻ ആ റിസ്കിന് തയ്യാറായില്ല. ഇതാണ് നമ്മുടെ ഗിംബൽ. നല്ല പാക്കിങ്ങിൽ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഹാൻഡിയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ തന്നെ, പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഹാൻഡിയാണ്. ആ പൗച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹോൾഡായിട്ട് കിട്ടും. ഇങ്ങനെ ഇരിക്കും ആ ഗിംബൽ നോക്കുമ്പോഴത്തേക്കും. ഇതിനൊരു കാര്യമുള്ളത്, സെപ്പറേറ്റ് നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി സ്വിച്ച് ഒന്നും വേണ്ട. ആ ജസ്റ്റ് അതിൻ്റെ ഹെഡ് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആയിക്കോളും. തിരിച്ച് അത് ഷട്ട് ഡൗൺ ആക്കുക എന്ന് പറയാൻ പറ്റില്ല. ലോഗ് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഗിംബൽ പഴയ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ തിരിച്ച് ഇതേപോലെ തന്നെ ഈ പൊസിഷനിൽ വെച്ചാൽ മതി. കുറച്ച് സേഫ്റ്റി കാര്യങ്ങളെല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പൗച്ചിൽ കീപ്പ് ചെയ്യാനായിട്ടാണ് എപ്പോഴും അതിൽ സജസ്റ്റ് ചെയ്യുന്നത്. എനിക്കും അത് വളരെ നന്നായിട്ട് തോന്നി. ഹാൻഡിയാണ്. ഇതേപോലെ ആ ഗിംബിളിങ്ങനെ ഏകദേശം 3-4 ആക്സസ് ഉള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അവിടെ ഒരു പ്രൊജക്ഷനും അതൊന്ന് കയറി വെക്കാനുള്ള ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ ഗിംബലിൻ്റെ അത് അനങ്ങാതെ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ആ താഴെ ഹെഡിൽ കണ്ടില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിററാണ്. അത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളൊരു സെൽഫ് വ്ലോഗിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് കാണാൻ പറ്റും. നമ്മളെ കറക്റ്റായിട്ടാണോ നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. ഏകദേശം ഇനി നമുക്ക് ആ സ്വിച്ചുകൾ പലതും ഉണ്ട്. അതിന് ആ സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ ഗിംബൽ ഉപയോഗിക്കുന്നത് നമ്മളത് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫീച്ചർ, 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഫീച്ചർ, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് ഉള്ളത് നമുക്ക് ഉപയോഗിച്ച് തന്നെ പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇതിൽ ഏകദേശം നമുക്കൊരു ട്രൈപോഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വളരെ നന്നായിട്ട് അവരത് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഗൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ പെട്ടെന്ന് വിസിബിൾ ആവില്ല അതിൽ ട്രൈപോഡ് ഉണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് ആ 3 ലെഗും നമുക്കിങ്ങോട്ട് വലിച്ചിട്ട് ഇതേപോലെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഒരു സ്റ്റാൻഡായി നല്ല ഒരു പൊസിഷനിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. പക്ക ആ ടേബിളിൽ ഒരു കുലുക്കമൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റും. കൂടാതെ ഇത് നമ്മൾ ക്യാമറ വെച്ചാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ സേഫായിട്ട് തന്നെ അതിൽ തന്നെ ഇരിക്കും. ഇതിലാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ക്യാമറ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ കാന്തിക ശക്തി വർക്ക് ചെയ്യും. അതിലേക്ക് നന്നായിട്ട് ഒട്ടി നിൽക്കും. അവിടെ ഒരു ചെറിയ ഒരു ഗ്രൂ പോലെ ഒരെണ്ണം കാണുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്യാമറയുടെ മൊബൈൽ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ക്യാമറയുടെ പൊസിഷൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം മൊബൈൽ അതിലേക്ക് ഹോൾഡ് ചെയ്യിപ്പിക്കാനായിട്ട്. കാരണം ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓണായി ഗിംബൽ. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഞാൻ ഗിംബൽ വഴി ഷൂട്ട് ചെയ്ത കുറേ വീഡിയോസും എൻ്റെ പല വീഡിയോസും ഇതിൽ വഴിയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക.
നന്ദി.